ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം കളയാൻ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ പാലിയം സത്യാഗ്രഹം നടക്കുമ്പോൾ അന്തർജന സമാജത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആര്യ പള്ളമാണ്. അപ്പോൾ പാലിയം സത്യാഗ്രഹം നടക്കുമ്പോൾ അന്തർജന സമാജത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആര്യ പള്ളമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 16 പേരുടെ കാൽനട ജാഥ നയിച്ച വ്യക്തി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായിട്ട് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 16 പേരുടെ കാൽനട ജാഥ നയിച്ച വ്യക്തി ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുവാൻ കാരണമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ഏതാണ്? അത് വടകര സമ്മേളനമാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ഏതാണ്? വടകര സമ്മേളനമാണ്. വൈക്കം സത്യാഗ്രഹത്തിനുള്ള പിന്തുണയുമായി നേരിട്ടെത്തിയ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനുള്ള പിന്തുണയുമായിട്ട് നേരിട്ടെത്തിയ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കറാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇപ്പോൾ വേലക്കാരൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. നമ്മുടെ മലയാളി മെമ്മോറിയലിനൊക്കെ നേതൃത്വം കൊടുത്ത ബാരിസ്റ്റർ GP പിള്ളയാണെന്ത്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആനി മസ്ക്രീനാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ആനി മസ്ക്രീനാണ്. ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ വഴുതക്കാടാണ്. അപ്പോൾ ആനി മസ്ക്രീൻ്റെ വെങ്കല പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട് സ്ഥിതി ചെയ്യുന്നു. 1114 കഥ എന്ന കൃതി രചിച്ച വ്യക്തി അക്കമ്മ ചെറിയാനാണ്. അപ്പോൾ 1114 കഥ എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. അപ്പോൾ അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഉപ്പു സത്യാഗ്രഹ കാലത്ത് പാലക്കാട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളെ നയിച്ച വ്യക്തി ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പോൾ ഉപ്പു സത്യാഗ്രഹ കാലത്ത് പാലക്കാട്ട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളെ നയിച്ച വ്യക്തി ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. 1921 ചേരമാർ മഹാജനസഭ സ്ഥാപിച്ച വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയാം, പാമ്പാടി ജോൺ ജോസഫാണ്. അപ്പോൾ 1921 ചേരമാർ മഹാജനസഭ സ്ഥാപിച്ച വ്യക്തി ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? K മാധവൻ നായർ. അപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? K മാധവൻ നായരാണ്. 1921 മാപ്പിള കലാപം നടക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? KP കേശവമേനോനാണ്. അപ്പോൾ 1921 മാപ്പിള കലാപം നടക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? KP കേശവമേനോനാണ്. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? KP കേശവമേനോനാണ്. അപ്പോൾ കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോനാണ്. മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ നിലവിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ നിലവിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് മാമാങ്കത്തിന് വേദിയായത്? അത് ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായിരുന്ന സാമൂതിരി നിലകൊണ്ടിരുന്ന നിലപാട് തുറ ഏത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു? അത് നാവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു. അപ്പോൾ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായിരുന്ന സാമൂതിരി നിലകൊണ്ടിരുന്ന നിലപാട് തുറ ഏത് നിലപാട് തറ ഏത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു? അത് നാവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു.
പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച വ്യക്തി ആരാണ്? ആര്യ പള്ളമാണ്. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച ആരാണ്? ആര്യ പള്ളമാണ്. 23-ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ കാൽനടയായിട്ട് സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ആനന്ദ തീർത്ഥനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. 1937 സി കേശവന് നൽകിയ സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ 5.1 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിന് തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവ് TM വർഗീസാണ്. അപ്പോൾ 1937 സി കേശവന് നൽകിയ സ്വീകരണത്തിൽ തിരുവിതാംകൂറിലെ 5.1 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവാരാണ്? TM വർഗീസാണ്. ഫ്രാങ്കോ രാഘവനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? കടയ്ക്കൽ പ്രക്ഷോഭമാണ്. അപ്പോൾ ഫ്രാങ്കോ രാഘവനുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? കടയ്ക്കൽ പ്രക്ഷോഭമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യറാണ്. അപ്പോൾ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ ആരാണ്? സർ CP രാമസ്വാമി അയ്യറാണ്. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ പദം ഒഴിഞ്ഞ വർഷം എന്നാണ്? 1947. അപ്പോൾ സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ പദം ഒഴിഞ്ഞ വർഷം എന്നാണ്? 1947. മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ്? NP മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? NP മുഹമ്മദാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? കാളിച്ചോതിക്കറുപ്പനാണ്. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? കാളിച്ചോതിക്കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതെന്നാണ്? 1913. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്തായിരുന്നു? ഓം സാഹോദര്യം സർവത്ര. അപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്തായിരുന്നു? ഓം സാഹോദര്യം സർവത്ര. മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിച്ച സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭയാണ്. അപ്പോൾ മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിച്ച സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭ. ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായ നടരാജ ഗുരു ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പുത്രനാണ്? അത് ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ്. അപ്പോൾ നമ്മുടെ നടരാജഗുരു ആരുടെ പുത്രനാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ്. സർവീസ് എന്ന പ്രസിദ്ധീകരണം ഏത് സമുദായ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് NSSുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സർവീസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഏത് സമുദായവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? NSSുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച ജീവശിഖ മാർച്ച് നയിച്ച വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച ജീവശിഖ മാർച്ച് നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. അപ്പോൾ വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ദുരവസ്ഥയാണ്. അപ്പോൾ മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? ദുരവസ്ഥയാണ്. വൈക്കം സത്യാഗ്രഹം എത്ര മാസം നീണ്ടു നിന്നു? 20 മാസം നീണ്ടു നിന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എത്ര മാസമാണ് നീണ്ടു നിന്നത്? 20 മാസം നീണ്ടു നിന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്.
അപ്പോൾ നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായിട്ട് 1935 പാലക്കാട് ജില്ലയിൽ കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ചിറയിൻകീഴ് CP ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ചിറയിൻകീഴ് CP ഗോവിന്ദപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി? V നാഗമയ്യാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? V നാഗമയ്യ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ്? C അച്യുതമേനോനാണ്. അപ്പോൾ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാണ്? C അച്യുതമേനോനാണ്. 1907 കുമാരനാശാൻ രചിച്ച വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദിയിലാണ്. അപ്പോൾ 1907 കുമാരനാശാൻ രചിച്ച വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദിയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. 1908 രൂപവൽക്കരിച്ച യോഗക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ 1908 രൂപവൽക്കരിച്ച യോഗക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചവരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. 1907 കേരള നായർ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണത്? C കൃഷ്ണപിള്ളയാണ്. അപ്പോൾ 1907 കേരള നായർ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? C കൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? P രാജഗോപാലാചാര്യാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? P രാജഗോപാലാചാര്യാണ്. ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ച വ്യക്തി? പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ച വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1903 കോഴിക്കോട്ട് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? C വിജയരാഘവാചാര്യ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1903 കോഴിക്കോട്ട് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? C വിജയരാഘവാചാര്യാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് പോവാം. അപ്പോൾ പാലിയം സത്യാഗ്രഹം നടക്കുമ്പോൾ അന്തർജന സമാജത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആര്യപള്ളം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് 16 പേരുടെ കാൽനട ജാഥ നയിച്ച വ്യക്തി? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം? വടകര സമ്മേളനം. വൈക്കം സത്യാഗ്രഹത്തിനുള്ള പിന്തുണയുമായി നേരിട്ടെത്തിയ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവ്? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കറെയാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ? സഹോദരൻ അയ്യപ്പൻ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി? ബാരിസ്റ്റർ GP പിള്ള. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? ആനി മസ്ക്രിൻ. ആനി മസ്ക്രിൻ്റെ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. 1114 കഥ എന്ന കൃതി രചിച്ച വ്യക്തി? അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. ഉപ്പു സത്യാഗ്രഹ കാലത്ത് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളെ നയിച്ച വ്യക്തി? TR കൃഷ്ണസ്വാമി അയ്യർ. 1921 ചേരമർ മഹാസഭ സ്ഥാപിച്ച വ്യക്തി? പാമ്പാടി ജോൺ ജോസഫ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി? K മാധവൻ നായർ. 1921 മാപ്പിള കലാപം നടക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി? KP കേശവമേനോൻ. കോഴിക്കോട്ട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? KP കേശവമേനോൻ. മാമാങ്കത്തിന് വേദിയായിരുന്ന തിരുനാവായ നിലവിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമകത്തിന് വേദിയായിരുന്നത്? ഭാരതപ്പുഴയുടെ തീരമാണ്. മാമങ്കത്തിൻ്റെ രക്ഷാപുരുഷനായിരുന്ന സാമൂതിരി നിലകൊണ്ടിരുന്ന നിലപാടുതറ ഏത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു? നാവാമുകുന്ദ ക്ഷേത്രം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച വ്യക്തി? ആര്യപള്ളം. 23-ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആനന്ദതീർത്ഥൻ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത്? കോഴിക്കോട്. ഫ്രാങ്കോ രാഘവനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം? കടക്കൽ പ്രക്ഷോഭം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ? സർ CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ പദം ഒഴിഞ്ഞ വർഷം?
1947. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഒരു നോവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി. NP മുഹമ്മദ്. കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. മുഹമ്മദ് അബ്ദുറഹ്മാൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യ പത്രാധിപർ. കാളി ചോതി കറുപ്പൻ. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം. 1913. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്തായിരുന്നു? ഓം സാഹോദര്യം സർവത്ര. മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മോചിപ്പിച്ച സംഘടന. മയ്യഴി മഹാജനസഭ. ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായ നടരാജഗുരു ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പുത്രനാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ്. സർവീസ് എന്ന പ്രസിദ്ധീകരണം ഏത് സമുദായ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? NSS. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച ജീവശിഖാരി മാർച്ച് നയിച്ച വ്യക്തി. മന്നത്ത് പത്മനാഭൻ. വിമോചന സമരം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യം. ദുരവസ്ഥ. വൈക്കം സത്യാഗ്രഹം എത്ര മാസം നീണ്ടുനിന്നു? 20 മാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ. VT ഭട്ടതിരിപ്പാട്. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. VT ഭട്ടതിരിപ്പാട്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത്. V നാഗമയ്യ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി. C അച്യുതമേനോൻ. 1907 കുമാരനാശാൻ രചിച്ച വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? മിതവാദിയിലാണ്. 1908 രൂപവൽക്കരിച്ച യോഗക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി. ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1907 കേരള നായർ സമാജം സ്ഥാപിച്ച വ്യക്തി. C കൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ. P രാജഗോപാലാചാരി. വാലസമുദായ പരിഷ്കാരണി സഭ സ്ഥാപിച്ച വ്യക്തി. പണ്ഡിറ്റ് കറുപ്പനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1903 കോഴിക്കോട്ട് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? C വിജയരാഘവാചാര്യാണ്. അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത്.